ഹലോ ഡിയേഴ്സ്, രാവിലെ കഴിക്കാൻ ഇഡ്ഡലിയാണോ ഇഷ്ടം? എങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണിത്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. മില്ലറ്റ് കൊണ്ടുണ്ടാക്കുന്നത് കൊണ്ട് വളരെ കാലറി കുറവാണ്. അരിയിനയിലൊക്കെ വളരെ കുറവാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, ചട്നി ഒന്നും വേണ്ട. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിത് 10 മണിക്കൂർ കുതിർത്തിയ മില്ലറ്റാണ്, പേൾ മില്ലറ്റാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മില്ലറ്റ് കുതിരുമ്പോൾ ഇതിലുള്ള ചില ഘടകങ്ങൾ നമ്മളുടെ ശരീരത്തിന് ചേരാത്തത് മാറിക്കിട്ടുകയും ചെയ്യും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പേൾ മില്ലറ്റാണ്. എല്ലാവരും ചോദിക്കാറുണ്ട് ഏത് മില്ലറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഏത് മില്ലറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന്. പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടായിരിക്കും. എല്ലാ മില്ലറ്റിലും ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ അരിയിനയിലും ഗോതമ്പിനയിലും വളരെ ഹെൽത്തിയാണ് മില്ലറ്റ്. അരക്കപ്പ് വെള്ളത്തിൽ അരക്കപ്പ് മില്ലറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ കുതിർത്തിയ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് അരക്കപ്പ് തന്നെ വെള്ളം ചേർത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുതിർത്തിയ വെള്ളത്തിൽ മില്ലറ്റിൻ്റെ ദോഷഘടകങ്ങളുടെ അംശം കാണും. അതുകൊണ്ടാണ് അത് കളഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി വാഷ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മില്ലറ്റിൻ്റെ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ അരക്കപ്പാണ് മില്ലറ്റ് എടുത്തിരിക്കുന്നത്. അരക്കപ്പ് തന്നെ വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാൻ മില്ലറ്റ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത്തിരി കട്ടിയിലാണ് ഇരിക്കുന്നത്. നമ്മൾക്ക് ഇഡ്ഡലി പോലെ ഉണ്ടാക്കാനാണ്, അതുകൊണ്ട് കട്ടിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി അരക്കപ്പ് അധികം പുളിക്കാത്ത തൈരും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. വീണ്ടും ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്യാം. ഇപ്പോൾ കുറച്ചുകൂടി ലൂസായിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഒത്തിരി ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ 1-2 ടീസ്പൂൺ റവ ചേർത്തിട്ട് ഒന്ന് കലക്കി വെച്ചാൽ മതിയാകും. ഇതിൻ്റെ കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുക. ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. ഞാനിപ്പോൾ 2 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ക്യാപ്സിക്കവും ചേർക്കാം. പിന്നെ ഇതിലേക്ക് അതേ അളവിൽ തന്നെ കൊത്തിയരിഞ്ഞ ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു ചെറിയ തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ജെൽ ഭാഗമൊക്കെ കളഞ്ഞിട്ടാണ് ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായി ചോപ്പ് ചെയ്തത് ചേർക്കാം. ഇനി നമുക്കൊരു വറവ് ചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് പൊട്ടിക്കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ചൂടാക്കുക. കടലപ്പരിപ്പ് നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ഇഞ്ചി, 1 പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട്, പിന്നെ വളരെ കുറച്ച് പൊടിയായി അരിഞ്ഞ സവാളയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് മുരിയൊന്നും വേണ്ട. ഏകദേശം ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോഴേക്കും നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം ആവി വരുന്ന സ്റ്റീമറിൽ ഇഡ്ഡലി സ്റ്റാൻഡിൽ നമുക്ക് ഇത് മാവൊഴിച്ച് വേവിച്ചെടുക്കാം. ഇഡ്ഡലി സ്റ്റാൻഡ് നമ്മൾ എണ്ണ തടവിയതായിരിക്കണം. എന്നിട്ട് നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് തലേന്ന് അരച്ചൊക്കെ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ അരച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം മൂടി വെച്ച് നമുക്കൊരു 15 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കാം. മില്ലറ്റ് കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇഡ്ഡലി സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള മില്ലറ്റ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്.
വളരെ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, ചട്നിയോ സാമ്പാറോ ഒന്നും ഇല്ലാതെ നമുക്കിത് വെറുതെ കഴിക്കാം. പിന്നെ ഇത് വെയിറ്റ് ലോസിന് പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതുപോലെ തന്നെ ഡയബറ്റിക്കും കുറയും, കൊളസ്ട്രോളും കുറയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.